കർത്താവിലേ ഉള്ളൂ ഒരു ആശ്വാസം, കർത്താവിലേ ഉള്ളൂ പ്രത്യാശ, വിടുതൽ, രക്ഷ എല്ലാം യേശുവിലേ ഉള്ളൂ. അത് വിളിച്ചു പറയേണ്ടത് അവരാരാ? നമ്മളാണെങ്കിൽ ലജ്ജിച്ച് എൻ്റെ സ്റ്റേറ്റസ്, എൻ്റെ വില, എന്നെ നിന്ദിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റുള്ള, ഞാനത് ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് കേട്ട് ഞാനത് കേൾക്കുമ്പോഴേ അവരൊരു നോട്ടം നോക്കും. ഞാനെന്തിനവരെ വിടുവിക്കും? ഞാനെന്തിനു വല്ലവരുടെയും വിടുതൽ? എത്ര പേരത് പറയുന്നുണ്ടെന്ന് അറിയുന്ന ആൾ. എന്നാൽ ഈ അഴുക്ക് സെൽഫിഷ്നെസ് ഉള്ളിലുണ്ടെങ്കിൽ, ജാതികടകൂട്ടുള്ള കണ്ട് മൂർത്തികളെ ആരാധിക്കുന്ന ജാതികടകൂട്ടുള്ള സെൽഫിഷ്നെസ് ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് വിളിച്ചു പറയാതിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ത്? ആ വ്യക്തി ശരിക്കും രക്ഷിക്കപ്പെട്ടതാണ്. ഞാനെന്തിനു വേറൊരാട് വിടുതലിന് വേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു 90% ദൈവമക്കൾ കാണും. അതിൻ്റെ അകത്ത് യേശുവിൻ്റെ അതേ ഭാവമുള്ളവരായി തീരുവാൻ, ആ മനസ്സുള്ളവരായി തീരുവാൻ ആണല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അറിയത്തുള്ളൂ ഞാൻ എന്തിനു വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ദൈവം അനുവദിക്കുന്നതിന് മുമ്പേ, നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം ദൈവം അനുവദിക്കുന്നതിന് മുമ്പേ ദൈവം ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് പറയുന്നത്. അതിനകത്തൊന്നും വിഷമം തോന്നില്ല. നമ്മൾ വചനം പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിക്കുന്ന ഭാഗങ്ങളും തിമോത്തിയോസിൻ്റെ ലേഖനം ഒക്കെ അങ്ങനെയാണ്. പൗലോസ് എന്തു ചെയ്യുന്നത്? ക്ലിയറാണ്. അടുത്ത ഇനി പത്രോസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പത്രോസൊക്കെ പച്ചയ്ക്ക് മുഖത്തുമൊക്കെ പറയുന്ന ആ ഒരു ചെറിയ ലേഖനമാണെങ്കിലും ഉള്ള കാര്യങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് പറയുന്ന ഒരു അപ്പോസ്തലനാണല്ലോ താനും. സ്തോത്രം. ഈ ഭാഗം പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ 9ഉം 10ഉം ചേർന്ന് വായിച്ചാട്ടെ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. 9ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ നമ്മളെ വിളിച്ചു, രക്ഷിച്ചു. സ്തോത്രം. ആ വിളിയുടെ പ്രത്യേകത എന്തുവാ? വിശുദ്ധ വിളിയാണ്. ഇത് പേർപ്പസ്, ആ കോളിംഗ്, ആ ലക്ഷ്യം, വിളിച്ചവനെ അറിയത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പേർപ്പസോടു കൂടിയാണ് വിളിച്ചിരിക്കുന്ന. അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനാണ്. ഇത് പലപ്പോഴും എന്നെ വിളിച്ചല്ലോ, എത്ര പേര് സാക്ഷ്യം പറയുന്നത് കേട്ട്, പണ്ട് എനിക്കൊന്നുമില്ലായിരുന്നു, ഇപ്പം ദൈവം എന്നെ ഇത്രയും ഭൗമികമായിട്ട് അനുഗ്രഹിച്ചു. ഇതിനൊന്നും അല്ല വിളിച്ചത്. അംബാനിയോട് ചോദിച്ചാൽ അംബാനിയും പറയും, ഞങ്ങളുടെ അപ്പച്ചന്മാർ പണ്ട് കൃഷിക്കാരായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് 10,000 കോടിയുടെ ടേൺ ഓവറുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടേൺ ഓവർ. താനും പറയും. അത് പറയാനല്ല നമ്മളെ വിളിച്ചത്. സരസ്വതി ആരാധിക്കുന്ന അംബാനി പറയുവാനല്ല, ആ സാക്ഷ്യം പറയാനല്ല നമ്മളെ വിളിച്ചത്. നമ്മൾ ആരെ ആരാധിക്കുന്നത്? നിങ്ങൾ ആരെ ആരാധിക്കുന്നു, അത് നിങ്ങൾ വിറ്റ്നസ് ചെയ്യും. അതുപോലെ നീ ആവും എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു മർമ്മമാണ്. നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെ ആയതുകൊണ്ട്, പണ്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ചിലതുണ്ട്, അത് പറയാനല്ല നമ്മളെ വിളിച്ച ഒരു വിശുദ്ധ വിളി. അപ്പോൾ അതിനുവേണ്ടി വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ചിട്ടാണ് കർത്താവ് നമ്മളെ നിറച്ചിട്ടാണ് കർത്താവ് ചില ദൗത്യം ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതേ ഉള്ളൂ. 1 തിമോത്തിയോസിൻ്റെ അവസാനം പഠിക്കും, എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയാണ് കർത്താവ് ചില കാര്യങ്ങൾ എന്നെ എൻട്രസ്റ്റ് ചെയ്യുന്ന, ചില ഏൽപ്പിക്കുന്നത്. ഞാനത് എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് നന്നായിട്ട് ചെയ്യും. അവൻ്റെ കാര്യവും നോക്കി, അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നോക്കി ഇരിക്കത്തില്ല. അവൻ ഞാൻ ഏൽപ്പിച്ച കാര്യം നന്നായിട്ട് ചെയ്യും. ഈ ലോകത്തിലെ താൽക്കാലിക ബന്ധത്തിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നത്, അതോ ദൈവമേൽപ്പിച്ച ആ സ്വർഗീയ ദൗത്യം? അതിന് നമ്മൾ ന്യായദിവസത്തിൽ കണക്കും പറയേണ്ടതാണ്. അതനുസരിച്ചാണ് നമ്മുടെ നിത്യത. വിശ്വസ്തദാസനെ അതോ അവിശ്വസ്തന, ഇരുട്ടും അന്ധകാരവും പല്ലുകടിയും നിലവിളിയുമുള്ള സ്ഥലത്ത് അവനെ ഇട എന്നുള്ള 2 ആൻസറേ ഉള്ളല്ലോ. ഈ ന്യായവിധിക്ക് എന്തുവാണ്? 2 വിധിയേ ഉള്ളൂ. ഒന്നീ നീ വിശ്വസ്തനാ, ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ നിന്നെ, സ്വർഗത്തിലാണേലും സ്ഥാനങ്ങൾക്കും തേജസ്സിനും വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ കർത്താവ് മാനിക്കുന്ന, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മളെ ദൈവം ആത്മീയമായിട്ട് അനുഗ്രഹിക്കുന്ന, ദൈവം നമുക്ക് നിത്യപ്രതിഫലം തരുന്ന ഒരു വിധി. അല്ലെങ്കിൽ വിശ്വസ്തനല്ലെങ്കിൽ അവിശ്വസ്ത ദാസിയെ പിന്നെ എന്തുവാണ്?
നിന്നെ തൽക്കാലം ഒരു പാ വിരിച്ച്, നിനക്ക് കസേരയും സോഫയൊന്നുമില്ല, ഒരു പാ വിരിച്ച് ആ മൂലയ്ക്ക് ഇരുന്നോ എന്നങ്ങനെ ഒരു ഇത് അങ്ങനെ ഉണ്ടോ? ആ ഉപമകളെല്ലാം സ്വർഗരാജ്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ, കൊച്ചു പിള്ളേർക്ക് മനസ്സിലാകുമ്പോൾ കഥകളെപ്പോലെ പാരബിൾസായിട്ട് പറഞ്ഞിരിക്കുന്നതാണല്ലോ ഉപമ. അപ്പം ആ സ്വർഗരാജ്യത്തെ പറ്റിയാണ് ഉപമകളെല്ലാം എന്ന് ഓരോ ഉപമ തുടങ്ങുന്നതിന് മുമ്പേ അധ്യായം തുടങ്ങുന്ന എഴുതിയിട്ടുണ്ട്. ഉപമ എന്തിനാണ്? സ്വർഗരാജ്യത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ. അപ്പം സ്വർഗരാജ്യത്തെപ്പറ്റി മനസ്സിലാക്കുന്ന ഉപമ എന്ന് വളരെ വ്യക്തമായിട്ട്. അപ്പം അവിടെ അവിശ്വസ്തദാസനെ എന്ന് 2 വിളിയേ ഉള്ളൂ. അതിൽ ഞാൻ ഏതാ കേൾക്കേണ്ടത്? നമ്മൾ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പിന്നെയും വ്യക്തിപരമായി പോവുക. സ്തോത്രം. കുടുംബമായിട്ടല്ല നമ്മളവിടെ നിൽക്കുന്നത്. കുടുംബമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും വ്യക്തിപരമായിട്ടാണ് ഞാൻ കണക്ക് പറയേണ്ടത്. അപ്പോൾ ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ കണ്ടു, എന്നെ വിളിച്ചിരിക്കുന്ന സാധാരണ വിളിയല്ല, എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ പ്രവൃത്തി അനുസരിച്ച്, നോട്ട് അക്കോർഡിംഗ് ടു മൈ വർക്ക്സ്. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പ്രവൃത്തി അനുസരിച്ചല്ല, ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്, അതനുസരിച്ചാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കാ പ്രയോജനമായിട്ട് വരുന്ന? അൾട്ടിമേറ്റ്ലി എനിക്കിത് പ്രയോജനമായിട്ട് വരുന്നത് എപ്പോഴാണ്? സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. അതുവരെ എന്തെങ്കിലും തന്നാൽ കൊള്ളാം. കൂലി ഇവിടെ അല്ല കിട്ടുന്നത്. ഇപ്പം കിട്ടുന്നൊന്നും കൂലിയല്ല. ദൈവത്തിൻ്റെ നീതി ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം. കൂലി കംപ്ലീറ്റ്ലി കിട്ടുന്നത് എവിടാ? യജമാനൻ വരുന്ന ഒരു നാൾ വരും. അന്ന് യജമാനൻ എന്ത് ചെയ്യും? ഓരോരുത്തരെ വിളിച്ച് അതനുസരിച്ചുള്ള കൂലി തരും, പ്രതിഫലം തരും. സ്തോത്രം. അപ്പം ഇവിടെ എൻ്റെ കാര്യങ്ങൾ നടക്കാനല്ല ഞാൻ കർത്താവിനെ സേവിക്കേണ്ടത്, ദൈവത്തിൻ്റെ. അത് റോമാലേഖനത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ എടുത്ത് വായിച്ചതാണ്. ഫോർ ഹിസ് ഗുഡ്നെസ്, അവൻ്റെ നന്മയ്ക്ക്, കർത്താവിൻ്റെ പേർപ്പസ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ഇല്ലേ? ദൈവരാജ്യത്തിൻ്റെ വളർച്ച, ഓരോരുത്തരെ ക്രിസ്തുവിൽ ബലപ്പെടുത്താൻ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഏതാ? ഞാനെന്തിന് വേറെ ആടെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്നു? സ്വർഗരാജ്യം കാണത്തില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ട്, ഇന്ന് തീരുമാനമെടുത്ത് മാറ്റിക്കോണേ, എൻ്റെ അധരത്തിൽ അത് വരത്തില്ല. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിമിത്തം എൻ്റെ നിത്യത നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ജഡത്തിലുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. എനിക്കും കാണും, നിങ്ങൾക്കും കാണും സ്വാർത്ഥത. പേഴ്സൻറ്റേജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ജഡത്തിലുള്ള ഒരു അസൂയ, അഹങ്കാരം, കോപം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജഡത്തിൻ്റെ സ്വഭാവമാണ്. പേഴ്സൻറ്റേജിൻ്റെ വ്യത്യാസം കാണും. രൂപാന്തരപ്പെട്ടോണം, ജഡം ഒതുങ്ങണം, ജഡം സ്വഭാവം ഇല്ലാതാകണം, ക്രിസ്തുവിൽ ഹല്ലേലൂയ, ആത്മാവിൽ വളർച്ച പ്രാപിക്കണം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന എന്നെ വിളിച്ചൊരു വിളി, അത് എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പേർപ്പസ് for which grace was given to us. അത് മലയാളത്തിൽ വരുമ്പോൾ അങ്ങ് താഴെ വരുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്നെ വിളിച്ച വിളി അത് വർക്കൗട്ട് ചെയ്യുവാൻ കർത്താവ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിനാവശ്യമായ ഒരു കൃപ തന്നിട്ടുണ്ട്. ഇനി ഏത് മർമ്മമാണ് ഞാൻ വിളിച്ചു പറയേണ്ടതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വെളിപ്പെട്ട ഒരു മർമ്മം, ആ മർമ്മം ഞാൻ വിളിച്ചു പറയേണ്ടത് 10-ാമത്തെ വാക്യം വായിച്ച്, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. യേശുവിൽ വിശ്വസിക്കുകയും അവൻ്റെ വാക്കെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മരണം നീങ്ങും, ഈ മർത്യമായ ശരീരം മാറും, യേശുവിനെ പോലൊരു നിത്യ ശരീരം പ്രാപിക്കും, ജീവൻ ലഭിക്കും. അത് നിത്യജീവനാണ്, അക്ഷയ നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. സ്തോത്രം, ഇമ്മോർട്ടാലിറ്റി. അപ്പം ആ നിത്യത ലഭിക്കും, അല്ലെ അക്ഷയ. അപ്പം ആ നിത്യജീവൻ ലഭിക്കുന്ന ഒരു വലിയ മർമ്മത്തെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്, അത് വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും. ഇത് വെളിപ്പെടാൻ പോകുന്ന യേശുവിൻ്റെ പ്രത്യക്ഷത. ഈ മർമ്മം വിളിച്ചു പറയുവാൻ 11-ാമത്തെ വാക്യം പറയുന്ന പോലെ, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ സുവിശേഷം എല്ലാ ലേഖനത്തിലും പറയുന്ന പോലെ ഇപ്പോൾ ദൈവദാസന്മാർ മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ദൈവദാസന്മാർ ഇതൊന്നും അല്ല വിളിച്ചു പറയുന്നത്. നിൻ്റെ സ്ഥിതി മാറുന്നും നീ വിചാരിക്കുന്നത് കിട്ടുന്നും നമ്മൾ മാറാതെ
ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും വിളിച്ച കുടുംബം അവർക്ക് അറിയത്തില്ല, ആരോ പറഞ്ഞെന്ന് പാസ്റ്റർമാർ പിശാചിനെ സത്യമാ, ഭൂതത്തെ ശാസിച്ചാൽ പിശാച് മാറും. പക്ഷേ ഒരു കുടുംബത്തിലെ പ്രശ്നം ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യം ദൈവം അനുവദിച്ചതിൽ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ വിശ്വാസിൽ വന്നിരിക്കുന്നവർ തീരുമാനമെടുക്കണം. ഇല്ലേ? നമ്മൾ തീരുമാനമെടുക്കണം. അല്ലാതെ ഞാൻ രൂപാന്തരപ്പെടത്തില്ല, വാശിയിൽ നിൽക്കുക, അവരെ ഒതുക്കാൻ പോരാടുക, എന്നിട്ട് ശാസിച്ച് അവരെ അങ്ങ് നന്നാക്കണം എന്ന് ആ ഒരു ഒരു ആവശ്യത്തിലാണ് എന്നെ ആദ്യം വിളിച്ചതെങ്കിൽ ഞാൻ ആ കുടുംബത്തെ പറഞ്ഞ വിശ്വാസി വന്നിട്ട് കുറച്ച് ആളെയായിരുന്നു. വളരെ വ്യക്തമായിട്ട് ഇന്ന് രാവിലെയും ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയൊന്നും ഒരു വിടുതലും കിട്ടത്തില്ല, ക്രമീകരണം പ്രാപിക്കണം. അല്ലാതെ 1000 പാസ്റ്റർമാർ ശാസിച്ച് പ്രാർത്ഥിച്ചാലൊന്നും പോകുന്ന പിശാചല്ല. അവൻ്റെത് വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടേ അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കും, അവൻ വിട്ടു പോകത്തില്ല. വിടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ ജാതികളുടെ ഭൂതം വിട്ടുപോകും, ജാതികൾക്ക് സൗഖ്യം പ്രാപിക്കും. ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ശോധനയിൽ കൂടി കടന്നു വിടുമ്പോൾ ക്രമീകരണം പ്രാപിക്കേണ്ട ഏരിയകൾ ക്രമീകരണം പ്രാപിക്കാതെ കർത്താവ് പ്രവാചകന്മാരോട് പറഞ്ഞ പോലെ, മോശേ നീ പറഞ്ഞാലും ഏലിയാവേ നീ പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല, ഇസ്രായേൽ മാനസാന്തരപ്പെടണം എന്ന് യഹോവയായ ദൈവം തുറന്നു പറഞ്ഞു. ആ ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ എന്നോട് ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോയ കർത്താവ് പറഞ്ഞു, സാംസ നീ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കത്തില്ല. ആ കുടുംബത്തോട് പറ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാൻ, രൂപാന്തരം പ്രാപിക്കേണ്ടടുത്ത് രൂപാന്തരം പ്രാപിക്കാൻ. ഞാനൊരു ഹാലല്ലേ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഹാലല്ലേ, ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് ആപ്ലിക്കബിളാണ്. ഇത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഈ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ദൈവം. ആരോടായി പറയുന്നത്? തിമോത്തിയോസേ, നീയും പ്രസംഗിക്കേണ്ടത് ഏതാ? ഈ സുവിശേഷം. ഇന്ന് ഭൂരിഭാഗം ആ കാലഘട്ടത്തിലെ 30 വർഷമേ ആയുള്ളൂ കർത്താവ് പോയിട്ട്. 30-35 വർഷം, AD 66-67 വർഷങ്ങൾ എഴുതിയൊരു ലേഖനമാണല്ലോ ഇത്. ഈ കാലഘട്ടത്തിൽ തന്നെ ആയപ്പോൾ തന്നെ ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സഭ മാറി. ഈ 2 തിമോത്തിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഴുവനും ഒത്തിരി ദുരുപദേശം കാണുന്ന ദൈവദാസന്മാരൊക്കെ ആത്മാവിൽ ക്ഷീണം വന്ന് ജനത്തെ സന്തോഷിപ്പിക്കുവാൻ ബൈബിൾ പറയുന്ന പോലെ ജനത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അവർ കുന്നിക്കും എന്നാണ് പറയുന്നത്. They will heap up. Praise the servants of the Lord who preach. ജനത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്ന കൺവെൻഷൻ പ്രാസംഗികരും ബൈബിൾ ടീച്ചേഴ്സും ആൾക്കാരെ കൂട്ടാൻ വേണ്ടി സഭയുടെ രീതികളും ഉപദേശങ്ങളും ഒക്കെ ദൈവദാസന്മാർ മാറ്റുമ്പോൾ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ പ്രമാണത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ പ്രമാണപ്രകാരമാണ് നമ്മളെ ആ നാൾ ന്യായം വിധിക്കുന്നത്. നമ്മുടെ ടീച്ചർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത് പൗലോസ് പറയുന്ന പോലെ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരത്തിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിളിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എവിടെ കിടക്കുന്നത്? പിന്നെയും ജയിലിൽ കിടക്കുന്നത്. പിന്നെയും എന്തുവാ താൻ എന്ത് ചെയ്യുന്നു? ഇവൻ്റെ വായ അടയ്ക്കണം. അതാ പിശാചിൻ്റെ ഉദ്ദേശം. ഇവൻ ഇനി അധികം എന്ത് ചെയ്യില്ല, പറയില്ല. പക്ഷെ അവിടുന്ന് തനിക്ക് എൻകറേജ്മെൻറ്റ്, ഹീ ഈസ് നോട്ട് ബീങ് ഡിസ്കറേജ്. താൻ ക്ഷീണിച്ച് പോകുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലേ നിൽക്കുന്നു. തിമോത്തിയോസിനോട് പറയുക, ഈ സുവിശേഷത്തിനാണ് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും. ഇത് പഠിപ്പിക്കാൻ ഐ എം എ ബൈബിൾ ടീച്ചർ. ഇത് ശുശ്രൂഷിക്കുവാൻ പല ദൈവദാസന്മാരെ പഠിപ്പിക്കുവാനാണ് ഞാനൊരു അപ്പോസ്തലൻ. ഇത് സഭയെ പ്രസംഗിക്കുവാനാണ് ദൈവദാസനും ഉപദേഷ്ടാവും ശുശ്രൂഷകനും ഒക്കെ ഞാനായിരിക്കുന്നത്. ഇത് 1 തിമോത്തിയോസിലും നമ്മൾ വായിച്ചു, ഇവിടും നമ്മൾ വായിച്ചു. കാരണം എന്നെ ദൈവം ഏൽപ്പിച്ചത് ആരാ? ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യന് അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രസംഗിക്കാനല്ല, ദൈവം ഫലമേൽപ്പിച്ചത്. അത് പ്രസംഗിക്കാൻ അതിനുള്ള ധൈര്യവും അതിനുള്ള കപ്പാസിറ്റിയും അതിനുള്ള അഭിഷേകവും ഹാലല്ലേ തന്നാണ് ദൈവം തൻ്റെ ദാസന്മാരെ, അല്ലെങ്കിൽ ഹാലല്ലേ നമ്മളെ ഓരോരുത്തരും ദൈവം വരുന്നാൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു നാൾ കൊണ്ടല്ല. ഈ ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്നതും ഗോലിയാത്തിനെ ജയിച്ചതൊന്നും ഒരു നാൾ കൊണ്ടല്ല. പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത്. നമ്മളെയൊക്കെ ദൈവം ട്രെയിൻ ചെയ്ത്, പടയാളികളല്ലേ സഹോദരിമാരും സഹോദരന്മാരും, ടഫായിട്ടാണ് ദൈവം ട്രെയിൻ ചെയ്ത്. അവിടെ ചെറിയ പ്രശ്നവും കഷ്ടതയൊക്കെ വരുമ്പോൾ അയ്യോ കർത്താവേ എന്നൊന്നും പറഞ്ഞിരിക്കുവാനല്ല. പാരമ്പര്യ ശക്തി ഇവിടെ വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് പത്രോസിൻ്റെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം. ഇവിടെ ദൈവത്തിൻ്റെ അഭിഷേകമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോട് ചെയ്യുവാൻ. 12-ാമത്തെ വാക്യം, അതുനിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയും. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു പിടിക്കുന്നു. 2 ഭാഗം നമുക്ക് ഇവിടെ ചിന്തിക്കാം. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്
ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആ അനുഭവം ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നില്ല. താനിപ്പോൾ എന്തോ ആയിരിക്കുന്നത്? താഴോട്ട് വരുമ്പോൾ ആസിയയിലുള്ള മുഴുവനും ആൾക്കാർ എന്നെ പരിഹസിച്ചു, ദൈവമക്കളും ദൈവദാസന്മാരും. ആര് നിമിത്തം വന്നത്? ഈ ആസിയയിൽ പ്രവർത്തിച്ചത് ആരാ? ഈ 1-ാം മിഷണറി യാത്രയും 2-ാം മിഷണറി യാത്രയും 3-ാം മിഷണറി യാത്രയും ഒക്കെ കൂടുതലും താൻ യാത്ര ചെയ്ത് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് പോർട്ടിൽ വന്ന് ഇറങ്ങി ഈ പറയുന്ന 7 സഭകൾ, ഏഷ്യ മൈനർ അല്ലെങ്കിൽ അന്നത്തെ ടർക്കിയും ഇപ്പോഴത്തെ തുർക്കിയും അതിനോട് അടുത്ത് കിടക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം, ഈ സഭകളെല്ലാം നല്ലപോലെ ശക്തമായിട്ട് നിന്ന സഭകൾ എല്ലാം ഇപ്പോഴെന്ത് ചെയ്യുന്നു? എല്ലാം പൗലോസ് നിമിത്തമാണ് കൂടുതൽ സഭകൾ വന്ന് ആ നിമിത്തം രക്ഷയിലേക്ക് വന്ന ദൈവദാസന്മാരായിക്കോട്ട് ശുശ്രൂഷിക്കുന്നത്. പക്ഷേ ദൈവദാസന്മാരും അവരൊക്കെ ഇപ്പം എന്തായിത്തീർന്നു? അവരൊക്കെ ഇപ്പം കർത്താവിന് വേണ്ടി കഷ്ടത അധികം സഹിക്കണ്ട, കർത്താവിന് വേണ്ടി എന്തിന് ഞാൻ വില കൊടുക്കണം, നമ്മൾ കറക്റ്റായിട്ടൊക്കെ പറയാൻ പോയപ്പോഴല്ലേ ഈ റോമൻ ഗവൺമെൻറ് നമ്മളെ പിടിച്ച് ജയിലിലിടുന്നത്. അതുകൊണ്ട് ആൾക്കാർ കൂടിയാൽ മതി. പിന്നെ അങ്ങോട്ട് മാറി വന്ന ജനത്തിൻ്റെ കുടുംബ വിഷയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇപ്പോൾ ദേവദാസന്മാർ അങ്ങനെയാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, വെളിയിൽ നിന്നൊക്കെ വന്നവരാണ്, വിദേശത്ത് വന്നവരാണ്, അവരെ പിന്നെ വിടത്തില്ല. അവർ പോകും, തിരിച്ച് അവധി കഴിഞ്ഞ് പോകുന്നവരെ അവരുടെ വീട്ടിലായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പാദസേവയും ചെയ്ത് എന്ന് വെച്ചാൽ അതുപോലത്തെ കാര്യങ്ങൾ. അവരെന്ത് കുറ്റം ചെയ്താൽ അവരെ ഒന്നും പറയത്തുമില്ല. ആരെങ്കിലും ഇച്ചിരി കാശുള്ളവരോ, ആരെങ്കിലും ഇച്ചിരി ഉള്ളവരോ, ആരെങ്കിലും ഇച്ചിരി പൊളിറ്റിക്കൽ ഹോൾഡ് ഉള്ളവരോ അവരെയൊക്കെ സേവിച്ചും നടന്ന അവസാനം ഈ ദൈവദാസൻ്റെ അഭിഷേകവും നഷ്ടപ്പെട്ട് റിട്ടയർ ആകാൻ പഴയ സഭകൾ ഒരു പ്രായം വെച്ചിട്ടുണ്ട്, 65 വയസ്സിനാണ് ഇപ്പോഴത്തെ. അവധി കഴിഞ്ഞ് അവർക്ക് ചെറിയ പെൻഷനൊക്കെ വെച്ചിട്ടുണ്ട് ഈ പഴയ സഭകൾ. ഈ 3-4-5 നമുക്കറിയാവുന്ന പഴയ സഭകൾക്ക് അങ്ങനെയൊക്കെ ഇപ്പം സഭ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. അതിന് മുമ്പേ ഒരു 50 വയസ്സാകുമ്പോഴേ ഈ പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശുശ്രൂഷയ്ക്കൊന്നും പിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു എരിവും സന്തോഷവും ഒന്നുമില്ല. പല ദൈവദാസന്മാരെ പേഴ്സണലി പറയുന്നത് മടുത്തു പോവുക, ദൈവദാസ മടുത്തു പോവുക. ശുശ്രൂഷയിൽ എന്ത് ചെയ്യുക? ഈ കുറേ പാദസേവയും ചെയ്ത് കമ്മിറ്റിയും സന്തോഷിപ്പിച്ച് അടുത്ത ട്രാൻസ്ഫർ ഇട്ട് ചെല്ലുന്ന സഭയിൽ അവിടും കമ്മിറ്റിയെ സന്തോഷിപ്പിച്ച് ഈ ഉള്ളത് വിളിച്ച് കർത്താവ് ഏൽപ്പിച്ചത് പറയാതെ ഹൃദയം വേദനിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിൽ നിന്ന് വിട്ടുപോയി. ഇതൊരു ജോലി പോലെ, അച്ഛന്മാർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടുന്ന പോലെ ഇതെന്തായി തീരുന്നു? ഒരു ജോലി പോലായി പോകുന്നു. ശുശ്രൂഷ ഏൽപ്പിച്ചവനെ മറന്നുപോയി. ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു അവരുടെ കമ്മിറ്റിയെ സന്തോഷിപ്പിക്കുവാൻ, അടുത്ത ട്രാൻസ്ഫറിന് എനിക്കൊരു ടൗൺ ചർച്ച് കിട്ടണം, വരുമാനമുള്ള ഒരു ചർച്ച് കിട്ടണം, പിള്ളേരൊക്കെ പഠിക്കുന്നു, അവരുടെ ഫീസ് അടയ്ക്കണം എന്ന് വിചാരിച്ച് അതൊന്നും ചെയ്യുവാൻ കഴിവുള്ള ആളല്ലേ കർത്താവ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കൂടുതലും ബന്ധം ദൈവദാസന്മാരുമായിട്ടുള്ള ഉള്ള ബന്ധം എല്ലാം ദൈവദാസന്മാരുമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ തുറന്ന് പറയുന്നതാണ്. എനിക്ക് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അറിയണം നടക്കുന്ന കാര്യങ്ങൾ, ദൈവദാസന്മാരുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സ്, അവരുടെ വിഷമം വേറെ ദൈവദാസനോടെ പറയാൻ പറ്റത്തുള്ളൂ. അവരവരുടെ വിഷമം ഒരിക്കലും വിശ്വാസികളോട് പറയത്തില്ലല്ലോ. അവർ മടുത്തു പോയത്. അവരവിടെ വന്ന് ഭയങ്കരമായിട്ട് മൈക്കിൽ കൂടി ശബ്ദമൊക്കെ ഉണ്ടാക്കി കശർത്തും. കാര്യം അവർ പഠിച്ചതാണ് തിയോളജി, അവർക്കറിയാം, പോയിൻറ്റ്സൊക്കെ പറയാം. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇവിടെ അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഈ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ദൈവം എന്നെ പരമേൽപ്പിച്ചു. നിങ്ങളെല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമേൽപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രസംഗിക്കുവാൻ, അത് കൃപയോടുകൂടി ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് 12-ാമത്തെ വാക്യം അത് കഴിഞ്ഞ് ഉടനെ പറയുക. 8-ാമത്തെ വാക്യത്തിനും പറയുന്നത് എന്തുവാ? ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്. ഇല്ലേ? ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞു, ഞാനിപ്പോൾ കർത്താവിന് വേണ്ടി സഹിക്കുന്ന ഈ കഷ്ടത ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ജനം എന്നെ അങ്ങനെ വരുമ്പോൾ ആൾക്കാരൊന്നും ചിലപ്പം കൂടത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി പേരൊന്നും നിൽക്കത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ല, താഴോട്ട് വരുമ്പോൾ നമുക്ക് വായിക്കാം. ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ നിന്ദിക്കുക പൗലോസിനെ, താൻ ഇപ്പോഴും വീണ്ടും ജയിലിൽ കിടക്കുന്ന. പക്ഷേ താൻ ഡൗൺ ആയി പോകാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ ആരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മുഴുവൻ വായിച്ചേ. യെസ്. ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചു. ആ ദിവസം വരെയും സൂക്ഷിക്കുവാൻ ശക്തൻ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന what I have committed to him. He is able to keep what I have committed to him until that day. ഞാൻ എന്തോ ഒരു കാര്യം ദൈവത്തെ ഏൽപ്പിച്ചു. അതെന്തുവാ? എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ത് ചെയ്തു? ഞാൻ കർത്താവിനെ പരമേൽപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് പൗലോസിൻ്റെ പഴയ ജീവിത ശൈലിയല്ല, തൻ്റെ VIP ജീവിത ശൈലിയല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ ജീവിതം ഐ ഹാവ് കമ്മിറ്റഡ് ടു ഹിം.
അതുകൊണ്ട് ഞാൻ ആരെ വിശ്വസിക്കുന്നു, വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കർത്താവിനെ എന്ത് ചെയ്തത്, ഭരമേൽപ്പിച്ചത്. അത് ആ നാൾ വരെ ഞാൻ ഭരമേൽപ്പിച്ചത് നഷ്ടപ്പെട്ടു പോകാതെ, എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ വിശ്വസ്തനായി, അതിനും കണ്ടീഷൻ സപ്ലൈ ഉണ്ട്, ഞാൻ വിശ്വസ്തനായി ദൈവത്തോട് പൂർണ്ണ അനുസരണത്തോട് നിൽക്കുന്നിടത്തോളം ദൈവം അത് കാത്തു സൂക്ഷിക്കും. എൻ്റെ നിത്യജീവിതം നഷ്ടപ്പെട്ടു പോകാതെ ദൈവം കാത്തു സൂക്ഷിക്കും. ഇവിടെ 1 പത്രോസ് 4-ാം അധ്യായത്തിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒന്ന് വായിച്ച 1 Peter chapter 4:19, 4:19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഇവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസും പറയുന്നു, നിങ്ങളുടെ പ്രാണനെ എന്ത് ചെയ്യണം, വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ I have committed my soul to my faithful Lord, to the faithful Creator. എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം ജീവൻ നൽകുകയും ജീവൻ എടുക്കുവാനും ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. പൗലോസ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവനെ വിശ്വസിച്ചു, ഞാൻ എൻ്റെ ഭാവി എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ, എൻ്റെ ഭാവി എന്ത് ചെയ്തു, ഞാൻ ദൈവസന്നിധിയിൽ, എൻ്റെ കുടുംബം ഞാൻ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ, ഈ സഭയെ എന്ത് ചെയ്തു, നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരത് കാത്തുകൊള്ളും? അവനെന്റെ ഉപനിധി. ഞാൻ ക്ഷീണിച്ച് പോയാലും he will strengthen me. എൻ്റെ ആശ്രയം, എൻ്റെ ഉപനിധി എന്നെ കൈവിടത്തില്ല. ഞാൻ എന്തു ഭരമേൽപ്പിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടു പോകാതെ ആ നാൾ വരെ നമ്മൾ ഈ കഷ്ടത സഹിക്കേണ്ടതും ഈ വിശ്വസ്തനായി നിൽക്കേണ്ടതും ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ. സ്തോത്രം. അധിക നാളില്ല. അതുവരെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് പിടിച്ച് കൈവിട്ട് പോകാതെ ഒന്ന് പിടിച്ച്. ഈ ബസ്സേ ചാടി കയറിയിട്ടുള്ളവരുണ്ടോ? നല്ല അനുഭവങ്ങളൊക്കെ ഇന്നത് സമ്മതിക്കത്തില്ല. പിന്നെ ആ കഥവൊക്കെ വന്ന് ഇപ്പോൾ ഹൈഡ്രോളിക് കഥകളൊക്കെ കയറി കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞ വണ്ടി ബസ്സിൽ തൂങ്ങി നിൽക്കേണ്ട വന്നിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ബസ്സുകൾ കുറവ്. എനിക്കും വന്നിട്ടുണ്ട്. ട്രെയിനേ ചാടി കയറിയിട്ടുണ്ടോ? അതിവിടും തൂങ്ങി നിൽക്കേണ്ട വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ ട്രെയിനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രോബ്ലം, ഇവർ മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ ഭയങ്കര സ്പീഡിലുമാണ് പോകുന്നത്. ബസ്സാണേലും ഈ കയറുന്നവർ സ്വാർത്ഥരാ. പിന്നെ അവിടെ അങ്ങ് നിൽക്കുക. പിന്നെ കണ്ടക്ടർ കിടന്ന് അലയ്ക്കണം. അവിടുന്ന് വാതിൽക്ക് നിൽക്കുന്നവർ എന്ത് ചെയ്യണം, അകത്തോട്ടൊന്ന്. അതുവരെയും പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, ആ ബസ്സിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. കാര്യം ഈ ബസ്സിൽ ആ തൂങ്ങി നിൽക്കുന്ന ഫുട്ബോർഡിലുണ്ട് 10-20 പേര്. അത് ഈ അവസാനം നിൽക്കും. ആരോഗ്യമുണ്ടെന്ന് ഒക്കെ കാണിക്കാൻ വേണ്ടി ചെറുപ്പക്കാരും ഒക്കെ നിൽക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഓരോ ഡോറിൽ. അവരാണ് ഈ ലാസ്റ്റ് ബസ് നീങ്ങുമ്പോൾ ഒരു കാലം അങ്ങോട്ട് വെച്ചിട്ട് കയറി. അവരോട് ചോദിച്ചാൽ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. വലിയ ഗമയ്ക്ക് കയറി പിടിക്കും. ബസ് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ജനം കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്യും, വെയിറ്റ് തൂങ്ങും. ആ കയറി പിടിച്ചപ്പോൾ ഗമ കളിക്കാനായിരിക്കും പിടിച്ചത്, അല്ലെ ആവശ്യം കൊണ്ടാണ്. ഈ ബസ് മിസ്സായാൽ കോളേജിലോ സ്കൂളിലോ ലേറ്റ് ആവുമെന്ന് കയറി പിടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം വേറെയാണ്. ഞാൻ കൈവിട്ട് പോയാൽ താല അടിച്ചെന്തിയെ ട്രെയിനെ പിടിച്ച് നിൽക്കുന്നവരാണെങ്കിലും ബസ് പിടിച്ച് നിൽക്കുന്നവരാണെങ്കിലും പിന്നെ ആ പിടി വിടാതിരിക്കേണ്ടത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. ശരിക്കും അല്ലേ? അനുഭവങ്ങളുണ്ടായിട്ടില്ലേ? അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ അധ്യായത്തിലും താഴോട്ട് നമ്മൾ വായിക്കാൻ പോവുക, ഹോൾ ഫാസ്റ്റ്. ഇത് അല്പകാലം കൂടെ സഹിച്ചാൽ മതി. ലോകം നമ്മളെ നിന്ദിക്കുന്നു. നമ്മൾ ഒത്തിരി ഇവിടെ ഇരിക്കുന്നവരൊക്കെ മിടുക്കരാണ്, മിടുക്കന്മാരാണ്. നിങ്ങളൊക്കെ പേഴ്സണലി എന്നോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തിരിച്ചും മറച്ചും പല കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന, ട്രേഡ് അറിയാവുന്ന അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാം, പല ജോലികൾ ചെയ്യാൻ അറിയാം. നമ്മൾ ആരും ഇവിടെങ്ങും ഇരിക്കേണ്ടവരും അല്ല. നാളെ ആരാണ്ട് പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി ഐ എം സ്റ്റിൽ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ. അത് എന്തുകൊണ്ടാണ് വ്യക്തി പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇവിടെ ആരും പക്ഷേ സ്തോത്രം നമ്മൾ ഒതുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം എന്നാ? ഗോഡ് ഹാസ് എ പേർപ്പസ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എനിക്കിഷ്ടമുള്ളതും എനിക്ക് കഴിവുള്ളതും എൻ്റെ സ്വന്തം കഴിവിൽ തീരുമാനമെടുത്തതൊക്കെ പരാജയമായി പോയിട്ടുണ്ടെന്ന് കഴിഞ്ഞ നാളുകൾ അനുഭവം നമുക്കൊക്കെ ഉണ്ടല്ലോ. ദൈവം നമ്മളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചതുകൊണ്ട്, ആ പാഠമൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് ഒതുങ്ങിയിരിക്കുക, ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടത്തിനായിട്ട് അനുസരണത്തോടുകൂടി ഇരിക്കുക. കാരണം ഇവിടെ പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനെ ഞാൻ അറിയുന്നു.
what I have committed to him, he will keep that till that day. ഇല്ലേ? ഞാൻ എൻ്റെ ജീവനെയും എൻ്റെ ഭാവിയെയും, സ്തോത്രം, നമ്മുടെ നന്മയാണെങ്കിലും ലോകം പറയുന്ന ഭാഷയാണ്, ബൈബിൾ പറയുന്ന ഭാഷയല്ല, അതെല്ലാം ആരുടെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുക? ദൈവം തരുന്ന കോട്ട മതി. അതിൽ സംതൃപ്തിയോടുകൂടി പോകുവാനും അവിടാണ് ഒരു താങ്ക്സ് ഗിവിങ് ഒക്കെ. നമ്മുടെ മിടുക്കൊണ്ട് ചില കാര്യങ്ങൾ നേടിയാൽ പിന്നെ ഈ ഹൃദയത്തിൽ നിന്ന് പാടെ സ്തുതിച്ച്, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദൈവദാസന്മാർ ഒന്ന് പാടിക്കേ, ഒന്ന് സ്തോത്രം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് പറയിക്കുമ്പോൾ, ഇന്നും ഞാൻ ശ്രദ്ധിച്ചു, പാടിയ സമയത്തൊന്നും ഒരു സന്തോഷമൊന്നും കണ്ടില്ല കേട്ടോ. ആത്മാവിലൊക്കെ ആരാഴ്ച വന്നപ്പോൾ ഒന്ന് ഇത് ചൂടായി വരാൻ ഒത്തിരി ടൈം എടുക്കുമല്ലേ? തണുത്ത പടക്കം പോലും അല്ലെ തണുത്ത എൻജിൻ പോലും ഒക്കെ ഇരിക്കാതെ സ്തോത്രം ഒന്ന് ഞാൻ ഏറ്റവും ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഉച്ചരെ ടഫായിട്ടൊക്കെ കുഞ്ഞുങ്ങളോട് ഞാൻ ഡീൽ ചെയ്താലേ പറ്റൂ. എന്നാലേ എനിക്ക് നിങ്ങളോടും അങ്ങനെ പറയാൻ പറ്റും. ദൈവദാസന്മാർ ഈ നാളുകൾ അവരുടെ മക്കളോട് എല്ലാം ഇങ്ങനെ കണ്ണടച്ച് ക്ഷമിച്ചിട്ട് സഭയിൽ വന്നിട്ട് ഭയങ്കര ഉപദേശം. അതുകൊണ്ട് പിശാച് പോലും ചിരിക്കും അങ്ങനെയുള്ളവർ ഉപദേശിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനത് ആദ്യം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അത് ബൈബിൾ പറയുന്നു. അത് ഡിസിപ്ലിൻ, ഫാമിലി ഡിസിപ്ലിൻ ചെയ്തിട്ട് പിന്നെ ആരെ ഡിസിപ്ലിൻ ചെയ്യാൻ പാടുള്ളൂ? സഭയെ ഡിസിപ്ലിൻ ചെയ്യാൻ പാടും. ശനിയാഴ്ച എങ്കിലും ഒന്ന് ചൂടാകണം. വെള്ളിയാഴ്ച തൊട്ട് ഒന്ന് പ്രാർത്ഥനയോടുകൂടി, ഒന്ന് ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടി. ഉപവസിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. എല്ലാം കൂടി വലിച്ച് വാരി കഴിച്ചിട്ട് എല്ലാത്തരം കൊളസ്ട്രോളും ഒക്കെ അല്ലേ, എക്സസൈസും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒന്ന് ഉപവാസം അതിനു വേണ്ടിയല്ല, ഉപവാസം ഒന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിക്കാൻ. ഇടയ്ക്കൊക്കെ ഒരു നേരമൊക്കെ എടുക്കാൻ. പണ്ടത്തെ പോലൊന്നും ചിലപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി നാളൊന്നും ഉപവസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു നേരമൊക്കെ ഒന്ന് ഉപവസിച്ച് ദൈവസന്നിധിയിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഒന്ന് കണ്ണുനീരോടുകൂടിയൊക്കെ ഒന്ന് കഥവ് മുറിക്കകത്തോട്ട് പോയി ഒന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാനുള്ളൊരു പ്രാക്ടീസ്. പകരുക മാത്രമല്ല, ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. ഒരുക്കത്തോടുകൂടി ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അഭിഷേകത്താൽ നിറയുവാനിടയായിത്തീരും. എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? ഹി വിൽ ഫിൽ യു. ദാറ്റ് ഈസ് എ പ്രോമിസ്. എൻ്റെ പേഴ്സ് നിറയ്ക്കാം, നല്ല പ്രോമിസ്. നിനക്ക് ആവശ്യത്തിലും അധികം പണം തരാം, നല്ല പ്രോമിസ്. നിന്നെ ജാതികളുടെ മുമ്പിൽ മാനിക്കാം, നല്ല പ്രോമിസ്. പഴയ നിയമ പ്രോമിസ് അല്ല പുതിയ നിയമ ഭക്തർക്ക്. അവിടെ ഇസ്രായേലിനുള്ള ഇവിടെ മനോഹര ദേശം അളവ് കൊടുത്ത പോലൊന്നും ഇവിടെ അളന്ന് കൊടുക്കാമെന്നൊന്നും പുതിയ നിയമ പത്രോസിന് കിട്ടിയില്ല, പൗലോസിന് കിട്ടിയില്ല. പിന്നെ അവർക്കാർക്കും കൊടുക്കാതാണ് നമുക്ക് തരുന്നത്. പിന്നെ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിൽ മനസ്സ് വെക്കണ്ട എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ തിമോത്തിയോസിനോട് പറയുക, തിമോത്തിയോസ് അടുത്ത ഒരു സെക്ഷൻ ദൈവദാസന, ഒരു അപ്പോസ്തലനായി തീരേണ്ട ആളാണ്. ഒത്തിരി ഉപദേശിമാരെ ഉപദേശിക്കുകയും ഒത്തിരി സഭകളെ കറക്റ്റായിട്ട് നയിക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സുവിശേഷത്തിൻ്റെ പഠിപ്പിക്കുവാൻ ഉള്ളൊരു അപ്പോസ്തലനും ഉപദേഷ്ടാവുക ഞാൻ. എന്നിട്ടാണ് 13-ാമത്തെ വാക്യം വായിച്ച്, എന്നോട് കേട്ട ഭക്തിവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി കൊടുത്തു. ഒരു വിട്ടുവീഴ്ചയും കൂടാത്ത ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ കൊണ്ട് ആ നാളുകളിലെ സഭകൾക്കൊക്കെ പ്രശ്നമാണ്. ആദ്യം വരുമ്പോൾ വളരെ സൗമ്യതയോടുകൂടി ജാതികളിൽ നിന്ന് ഒത്തിരി പേര് വിശ്വാസി കൊടുക്കുന്ന സഭകളുണ്ട്. അടുത്ത റൗണ്ട് പുള്ളി മിഷണറി യാത്രയായിട്ട് അവിടെ യാത്ര ചെയ്തു വരുമ്പോൾ അവിടുത്തെ സഭകളെ പണിയുക. പിന്നെ ലേഖനം എഴുതേണ്ട ഒരു ഫേസ് വരുമ്പോൾ അവിടുത്തെ കുറവുകൾ തുറന്നു പറഞ്ഞ് പണിയുക. ഈ കൊരിന്തിയ സഭയിലൊക്കെ താൻ എന്തുവാ ചെയ്തത്? ആ വ്യക്തി താൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മദ്യം വെച്ചോണ്ടിരിക്കില്ല. ഈ പുളിപ്പ് സഭയെ മുഴുവൻ പുളിപ്പിക്കും, പുറത്ത് കളയാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവദാസനെ പിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടും? ആ സഭ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, വചനം ഉപദേശിക്കേണ്ട വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കണ്ട. ഇവിടെ എഴുതിയിരിക്കുന്ന ദാറ്റ് പാറ്റേൺ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹോൾഡ് ഫാസ്റ്റ് ദ പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ് വിച്ച് യു ഹാവ് ഹേർഡ് ഫ്രം മീ. ഇതൊരു പാറ്റേണാണ്, ഒരു മാതൃകയാണ്, ഇതൊരു രീതിയാണ്. പഴയ ദൈവദാസന്മാർ ഇത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ദൈവദാസന്മാരും അറിയാതായി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ലോകം പറയുന്ന ഒരു വാക്കുണ്ട്, നട്ടപ്പരും ഒരു കൊട്ട വാര്യപ്പരും എണ്ണത്തിൽ അങ്ങോട്ട് വർദ്ധിക്കുന്നില്ലല്ലോ. കാര്യം ഇടയ്ക്കൊക്കെ ഇവിടെ കറക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗം ഓർക്കണ്ട. ഇവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയുന്നത് there is a pattern. അത് യേശുവിൽ നിന്ന്. യേശു കർത്താവ് ഫുഡൊക്കെ കൊടുത്തപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? രോഗികളെ സൗഖ്യമാക്കി എത്ര പേരുണ്ടായിരുന്നു? 5000 പുരുഷന്മാർ, 7000 പുരുഷന്മാർ, 10,000-20,000 പേര്, പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളോട് കൂടി. ഒപ്പം 10,000-കണക്കിന് ആൾക്കാർ കൂടുന്ന മീറ്റിങ്സിൽ നിന്ന് അവസാനം ആ ക്രൂശിൻ്റെ വചനം, ആ ഉപദേശം, അവരെ ശുശ്രൂഷയിപ്പിക്കുന്ന ഒരു ഭാഗം, സ്കൂൾ നടന്ന ശിഷ്യന്മാർ പോലും പറഞ്ഞു ഇത് കട്ടിയായ വചനം. ഒരു 70 ശിഷ്യന്മാർ അങ്ങനെ അങ്ങ് പോയി. 70 പേരെ ഒറ്റയടിക്ക് പോയത്. ഇത് കട്ടിയായ
ആർക്ക് ഇതൊക്കെ പിൻപറ്റാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ആ നാൾ തൊട്ട് പിന്നെ യേശുവിനെ പിൻപറ്റിയില്ല. ദേ ഡിഡ് നോട്ട് ഫോളോ ജീസസ്. അവർ സ്വർഗ്ഗത്തിൽ പോകുമോ? ആ നാൾ അവരുടെ വിളി അനുസരിച്ച് അവർ അവിശ്വസ്തരായി തീരുക. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർക്ക് ആ ദൗത്യം എടുക്കുവാൻ കഴിഞ്ഞില്ല. അതുവരെയും ഇത്രയും വർഷങ്ങൾ കർത്താവിനെ പിൻപറ്റി അവർ ശിഷ്യന്മാരാണ്, സാധാരണക്കാരല്ല. ദേ ആർ ഡിസൈപ്പിൾസ്. തീരുമാനമെടുത്ത് കർത്താവ് അവരുടെ തലയിൽ കൈവച്ച് ഓർഡൈൻ ചെയ്ത് അവരെ പിൻപറ്റി വിളിച്ചതാണ് കർത്താവ് പേഴ്സണലി. നല്ല ട്രെയിനിങ് കൊടുത്ത് വിളിച്ച് ആ നാൾ തൊട്ട് പിന്നെ അവർ യേശുവിനെ പിൻപറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആ 70 ശിഷ്യന്മാരും പിന്നെ എവിടെ പോകത്തില്ല? നിത്യതയെ കാണത്തില്ല. നമ്മൾ സേവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദ്യം ചെയ്തില്ലേ കർത്താവിനെ? പിശാച് ചോദ്യം ചെയ്തില്ലേ? അങ്ങനെ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു കാര്യം കർത്താവ് ന്യായവിധി ദിവസത്തിൽ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിളി അനുസരിച്ച് വിശ്വസ്തരായി തീരുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ദൗത്യം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഹോൾ ഫാസ്റ്റ് ദാറ്റ് ഗുഡ് പാറ്റേൺ, സൗണ്ട് പാറ്റേൺ. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വായിച്ച 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ. സുബോധത്തിൻ്റെ ആത്മാവ്. ആ ദൈവശക്തി പ്രാപിക്കണം, ദൈവസ്നേഹം പ്രാപിക്കണം. എന്ത് പ്രാപിക്കണം? ദൈവമക്കൾ സുബോധം. അവിടും എഴുതിയിരിക്കുന്ന ഒരു പദം എ സൗണ്ട് മൈൻഡ്. മറ്റുള്ള ലോകമനുഷ്യർക്കുള്ള മനസ്സ് പോലല്ല, ഒരു കറക്റ്റായിട്ടുള്ള മനസ്സിലാകുന്ന, കർത്താവ് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സൗണ്ട് മൈൻഡ്. ഇവിടും എഴുതിയിരിക്കുന്ന എ സൗണ്ട് ഡോക്ട്രിൻ, ദ പാറ്റേൺ ഓഫ് ദിസ് സൗണ്ട് വേർഡ് അല്ലെങ്കിൽ സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് പല ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്ന. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന മാതൃക. ഈ മാതൃക എന്തിൻ്റെ മാതൃകയാണ്? എന്നോട് കേട്ട പത്യവചനത്തിൻ്റെ മാതൃക. സ്തോത്രം. ദൈവമക്കള്, നിങ്ങൾക്ക് ഏത് വേണം? വലിയ ആൾക്കൂട്ടം വേണോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു ഉപദേശം വേണോ? നിങ്ങൾ ഈ ലോകത്തിൽ ജാതികളുടെ മുമ്പിൽ മാനിക്കുമ്പോൾ കുറച്ച് പണം തരും, ഇവിടെ നീ ലോകത്തിനെ പോലെ പട്ടണവാതിക്കൽ വലിയവനായി തീരുമെന്നുള്ള ഉപദേശം വേണോ? എൻ്റെ സ്ഥിതി മാറും, അടിക്കടി ഉയർച്ച, വെച്ചടി കയറ്റം, ബൈബിളിൻ്റെ അകത്തില്ലാത്ത പല പദങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചെവിയെ സുഖിപ്പിക്കുന്ന ഡോക്ടറിൻ വേണോ? അതോ ഇവിടെ പറയുന്ന പോലെ പത്യ ഉപദേശം? അല്ലെ, ദിസ് ഈസ് എ ഗുഡ് പാറ്റേൺ ഓഫ് സൗണ്ട് ഡോക്ടറിൻ. നല്ലൊരു മാതൃക പത്യ ഉപദേശത്തിൻ്റെ. സ്വർഗത്തിൽ പോകാൻ ഇതല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ ദൈവമക്കളെ? ഉണ്ട്. എന്നോടൊന്ന് പറയണേ. ഞാൻ 10-30 വർഷമായിട്ട് ഞാനും അന്വേഷിക്കുക. വേറെ എനിക്കറിയത്തില്ല. ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പത്യ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കുക, അത് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന എവിടെ? ഫാമിലിയിൽ, സഭയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് മറ്റ് സഭകളെയും മറ്റ് ദൈവദാസന്മാരുടെ മീറ്റിങ്ങിലൊക്കെ എനിക്ക് ശുശ്രൂഷിക്കുവാൻ പറ്റത്തുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഹോൾ ഫാസ്റ്റ്. അത് എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? പ്രത്യാശ മുറുകെ പിടിക്കുക, വചനം മുറുകെ പിടിക്കുക, ദൈവസ്നേഹം മുറുകെ പിടിക്കുക എന്നൊക്കെ പല സ്ഥലങ്ങൾ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നല്ല കാഴ്ചപ്പാട്, ഈ നല്ല സ്തോത്രം വചനം ഒക്കെ നിനക്ക് തന്ന ആ വചനത്തെപ്പറ്റി ഇവിടെ എഴുതിയിരിക്കുന്ന പത്യ ഉപദേശത്തിൻ്റെ ആ നല്ല മാതൃക, ദ ഗുഡ് പാറ്റേൺ ഓഫ് സൗണ്ട് ഡോക്ട്രിൻ. അതെന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? സഭകൾ മാറട്ടെന്നേ. നമ്മൾ പലയിടത്ത് ചെല്ലുമ്പോൾ പലതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊള്ളാമല്ലോ, ഇവരൊക്കെ എന്ത് ലിബറലായിട്ട്, എന്ത് ലാവിഷ്, അതുകൊണ്ട് ഇത് ഭയങ്കര സ്തോത്രം. ലോകവും അംഗീകരിക്കും, ആളും കൂടും, വരുമാനം സഭയിൽ കൂടും, ഒത്തിരി കാര്യങ്ങൾ സാധാരണ പാസ്റ്റർമാർ ചിന്തിക്കുന്ന പോലെയൊക്കെ ചിന്തിക്കാൻ പോകാതെ തിമോത്തിയോസേ, പൗലോസ് ജയിലിലാണ് കിടക്കുന്ന അവസാനത്തെ ഹല്ലേലൂയ വളരെ കട്ടിയോടുകൂടി തന്നെ ശുശ്രൂഷയിപ്പിക്കുക. ഈ നല്ല മാതൃക, ഈ പത്യ ഉപദേശം നീ മുറുകെ പിടിക്കുക. 14ാമത്തെ വാക്യം. ആ നല്ല ഉപദേശി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. സാത്താൻ അത് എന്ത് ചെയ്യുമെന്നറിയാം? എടുത്തു കളയും. സാത്താൻ വളരെ സ്വീറ്റായിട്ട് വന്നിട്ട് എടുത്തു കളയുന്നത്. ഒരു ഉപദേശിയുടെ ജീവിതം അങ്ങ് പറയാം. അല്ല, നല്ലപോലെ നല്ല സ്ട്രോങ് ആയിട്ട് വചനത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം, അവരുടെ ജീവിതത്തിൽ വന്ന് സാത്താൻ ഒണിഡ ടിവിയുടെ പരസ്യം പോലെ 2 കൊമ്പും ഒക്കെ ആയിട്ട് വന്ന്, ഒരു വാലുമൊക്കെ ആയിട്ട് വന്ന്, ഞാൻ പിശാച എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? പിശാചിനോട് എന്ത് പറയും? പോ പിശാച എന്ന് പറയും. പോ പിശാച എന്ന് പറയും. അതേ പറയത്തുള്ളൂ. സാത്താൻ അങ്ങനെയാണോ നമ്മുടെ ഹൃദയത്തിൽ അല്ല. സാത്താൻ കണ്ടില്ല ഇപ്പോഴത്തെ പെന്തിക്കോസുകാരൊക്കെ ഇങ്ങനെ അപ്പോൾ പാസ്റ്ററിനും ഒരു 3 പീസ് സൂട്ടൊക്കെ പിശാച് എൻ്റെ ചെവി വന്ന് പറയും,
വലിയ വലിയ കോൺഫറൻസസിലൂടെ 3 പീസ് സൂട്ടൊക്കെ ഇട്ട് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കും, അവർ ഫ്ലൈറ്റ് തരും, അവസാനം വലിയ പ്രതിഫലം തരും. ഇങ്ങനെ സ്റ്റേജുകളൊക്കെ ഇങ്ങനെ മാറി വലിയ സഭകൾ, സ്റ്റേഡിയം പോലുള്ള സഭകളൊക്കെ വേണ്ടേ സാംസാ നിനക്ക് എന്ന് വന്ന് പിശാച് എന്ത് ചെയ്യും? നിങ്ങളോട് വേറെ ഒന്നായിരിക്കും പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് വന്ന് കണ്ടില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടില്ല. ഇപ്പോഴും നിങ്ങളാ പല ആൾക്കാർ, ഈ ചെറുപ്പക്കാരായ എൻ്റെ അനിയന്മാരായ പല കസിൻ അനിയന്മാരും ഉണ്ട് ശുശ്രൂഷയിൽ, അല്ലാതും വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ടീമിലൊക്കെ ഉണ്ടായിരുന്ന അനിയന്മാരുണ്ട്. അവരൊക്കെ ബൈബിൾ കോളേജിൽ നിന്ന് ഒരു MDO MTH ഒക്കെ എടുത്തിട്ട് PhD ഒക്കെ എടുത്തിട്ട് വന്ന് പറയും, എന്നോട് വന്ന് ചിലർ പറയുന്നുണ്ട്, ഇപ്പോഴും അച്ചാച്ചൻ ഈ അപ്പച്ചൻസ് തിയോളജിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിയോളജിക്ക് എന്തുവാണ് ഇപ്പോഴത്തെ ബൈബിൾ കോളേജ് ഭാഷയിൽ എന്തുവാണ് ഇതിന് പറയുന്നത്? അപ്പച്ചൻസ് തിയോളജി. ഇവിടെ എന്തുവാ പൗലോസ് പറഞ്ഞത്? ആ പത്യവചനം, ആ പാറ്റേൺ എന്ത് ചെയ്യണം? പൗലോസ് പറയുക, എന്നിൽ നിന്ന് പഠിച്ചത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കാതെ ഇവിടെ എവിടെയെങ്കിലും നീ ഒരു അയവ് വരുത്തിയാൽ, ഒരു കോംപ്രമൈസ് ചെയ്താൽ, സാത്താൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും? എടുത്തു കളയും. ദൈവം നിനക്ക് തന്നത് അങ്ങനല്ലേ? ഇവിടെ ഒന്നും വായിച്ചേ, ഞാൻ പറയുന്നതാണോ അവിടെ എഴുതിയിരിക്കുന്നതാണോ? 14-ാമത്തെ വാക്യം. നല്ല ഉപനിധി തമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ആ നല്ല ഉപനിധി നിന്നിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത് 2 അന്യഭാഷ പറയുവാനല്ല ദൈവമക്കളെ. ദൈവമേൽപ്പിച്ച ഈ ആത്മീയ മൂല്യങ്ങൾ, ഈ ആത്മീയ ദൗത്യം, എന്നെ വിളിച്ച വിളി, അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു കൊള്ളാനാണ് പരിശുദ്ധാത്മാവ് തരും. അതിൽ ലോകം കാണുന്ന ഒരടയാളമാണ് അന്യഭാഷയിലുള്ള ആരാധന. എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തു എന്നുള്ള അന്യഭാഷ, അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കൃപാവരമാണ് പ്രവചനവരം, രോഗശാന്തി വരം. ഇതൊക്കെ യേശു നമ്മുടെ മധ്യത്തിലുണ്ട് എന്നറിയുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് തെളിയിക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം? പിശാച് വരും ഇടയ്ക്ക്. പരിശുദ്ധ മക്കളെ, ഈ നാളുകൾ, അന്ത്യനാളുകൾ നിങ്ങൾക്കറിയാമോ? ഭയങ്കരമായിട്ട് അന്യാരാധന നമ്മുടെ കേരളക്കരയിലും വർദ്ധിക്കുന്നു. കാരണം ഈ കേരളത്തിൽ സേവിച്ചുകൊണ്ടിരിക്കുന്ന മൂർത്തികളൊന്നും അല്ല സംസ്ഥാനം വിട്ടാൽ സേവിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അതറിയാം? ഞങ്ങൾ കുറച്ച് നാൾ ഒരു വെങ്കടേശ്വര ഒരു ടെമ്പിളിൻ്റെ അടുത്ത് താമസിച്ചു. അതിനു മുമ്പ് ജഗന്നാഥ് ക്ഷേത്രത്തിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ ജമ്മു ടൗണിലുണ്ടായിരുന്നിടത്ത് അവിടെ ഞാൻ ട്രാക്ട് കൊടുക്കാൻ ചെന്നതാണ്. നിങ്ങളോട് പറഞ്ഞതാണ് പല പ്രാവശ്യം. അടിച്ച് എന്നെ പിശാച് താഴെയിട്ടു. 3 മാസമാണ്. മരണം പലപ്പോഴും ഞാൻ പലവട്ടം കണ്ടതാണ്. അത് 10-30 വർഷം മുമ്പാണ്. എൻ്റെ കണ്ണ് 3 വട്ടം മരിച്ച പോലെ പുറകെ പോയതാണ്. ഞാൻ തിരിച്ചു വന്ന് റെയിൽവേ സ്റ്റേഷൻ ചെങ്ങനെ നിന്നപ്പം ഇവർക്കാരും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതുപോലെ അസ്ഥി വഞ്ചനമായിപ്പോൾ എന്നെ കൊന്നു കളഞ്ഞതാണ്. അപ്പം ഈ സംസ്ഥാനം വിട്ടു പോയാലുള്ള ഭൂതങ്ങൾ, ഞങ്ങൾ തൂത്തിക്കുടി ജില്ലയിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുക, മൂർത്തീഷ്പുരം എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ട് സുവിശേഷം എത്തുവാണ്. ഞങ്ങൾ ടീമായിട്ട് ഒരു ജീപ്പിൻ്റെ അകത്ത് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ കുത്തിക്കയറ്റിപ്പോയി. ആ പേര് പോലെ തന്നെ ആ ഗ്രാമത്തിൽ ഇതൊന്നുമല്ല, ആ ഭയങ്കര ജൈജാൻറ്റിക് സൈസും വെയ്റ്റുമുള്ള സ്റ്റാൻഡ്, സ്പീക്കേഴ്സ് അടിച്ച് താഴെയിട്ട്, ചെറിയ കാറ്റല്ല, ആ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക, താഴെ വീണിട്ടും അപ്പോൾ പ്രസംഗം നിർത്തിയില്ല. ഞങ്ങൾ തന്നെ അസംബ്ലി ചെയ്ത സ്പീക്കർ ആയതുകൊണ്ട് വലിച്ച് അതിനകത്ത് കണക്ഷൻ കൊടുത്ത് അതിനകത്ത് കയറ്റി 2 ദൈവദാസന്മാരതെ പിടിച്ചുകൊണ്ട് നിന്നു. ആ പ്രസംഗം മുഴുവൻ ഇങ്ങനെയൊക്കെ സാത്താൻ ചെയ്യുമ്പോൾ ദൈവദാസന്മാരുടെ മേൽ പകരുന്ന ഒരു അഭിഷേകമുണ്ട് ദൈവമക്കളെ. അല്ല, പോയിന്റുകൾ വരും, പിശാചിനെ വെളിപ്പെടുത്തും. സ്തോത്രം. അല്ല, അവിടെയൊക്കെ ഞങ്ങളങ്ങ് സൗണ്ട് മാക്സിമം കൊടുത്തു. കാര്യം മരങ്ങൾ പോലും ഇല്ലാത്തൊരു ഗ്രാമമാണ്. ഇതുപോലെ കാറ്റുണ്ടാവും, വിൻമിൽസ് ഒത്തിരി വെച്ചിട്ടുള്ള ഗ്രാമമാണ്. ഞാൻ പറഞ്ഞത്, ഓരോ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അടിച്ച് താഴെയിടും. അതൊന്നും കേരളത്തിൽ ഇത്രയും പണ്ട് തൊട്ട് അങ്ങ് 2000 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1600 വർഷം മുമ്പേ തൊട്ടൊക്കെ ഇവിടെ നല്ലപോലെ വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, ആത്മാവിലുള്ള ആരാധനയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുകൊണ്ട്, ഒന്നും ഈ കഴിഞ്ഞ 100 വർഷമായിട്ട് പ്രത്യേകിച്ച് നല്ലപോലെ ആത്മാവിൽ ആരാധിക്കുന്ന സഭകളും ഉണ്ടായിരുന്നുകൊണ്ടൊന്നും കേരളത്തിലെ ദൈവമക്കളോട് വലിയ നമുക്ക് ആപ്പാടി മണിയടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ ഇവിടെ. അതൊന്നും അല്ല. സ്തോത്രം. ഓരോ നിങ്ങളുടെ മുടി വെച്ചിട്ട് മന്ത്രവാദം ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ കാര്യം ഒരാൾക്ക് ചെയ്ത് നിങ്ങൾ എന്നോട് ഒരാൾ പറഞ്ഞത്, ആ മന്ത്രവാദി, ആസാമിലെ മന്ത്രവാദി പാസ്റ്ററിനെ വേണേൽ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എടുക്കും. ആ ഗ്രൗണ്ടിൽ നിന്ന് അവിടെ തറയിൽ എന്ത് ചെയ്യും? പൊക്കി അങ്ങോട്ട് എടുക്കും. പാസ്റ്ററൊക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ മന്ത്രവാദി വന്ന് പാസ്റ്ററിന് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ആ മന്ത്രവാദി വിളിക്കാൻ പറഞ്ഞു, ഞാനും വേണേൽ വരാമെന്ന് പറഞ്ഞു, വന്നിരുന്ന് തരാമെന്ന് പറഞ്ഞു.
കാളി ആരാധിക്കുന്നവർ, ഇവരൊക്കെ ചെയ്യുന്ന കാളി വന്ന് മുമ്പിൽ വന്ന് വെളിപ്പെടുത്തി എന്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്യണം, ആരെതിരെ ദ്രോഹം ചെയ്യണമെന്ന് വന്ന് സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഞങ്ങൾ വിശാപനത്ത് കണ്ടിട്ടുണ്ട്. വന്ന് രാത്രി എല്ലാ ദിവസവും രാത്രി കാളി വന്ന് സംസാരിക്കും. ഞാൻ എന്തു ഞാൻ തരാമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആ പേരൊന്ന് പറഞ്ഞൊരു ജയ്യോട് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും തരാമെന്ന് പറഞ്ഞ് രാത്രി വന്ന് സംസാരിക്കുന്ന ദേവികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കേരളത്തിലുണ്ട്. ഈ ദുർഗായിനെ സേവിക്കുന്ന ഒറീസ, കാളിയെ സേവിക്കുന്ന ആസാമും ബംഗാളും, നമ്മളെല്ലാം അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ വിശ്വാസികൾ നമുക്കുണ്ട്. ആ സംസ്ഥാനം മുഴുവൻ ഈ ഭൂതങ്ങളെയാണ് സേവിക്കുന്നത്. ഇതെല്ലാം കൂടി ഇപ്പം എങ്ങോട്ടാണ് കയറി വന്നിരിക്കുന്നത്? മലയാളികളുടെ ഒപ്പം നമ്മളെല്ലാവരും ബായിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ പറയും. എല്ലാം ബംഗാളിൽ നിന്നൊന്നുമല്ല, ഹിന്ദിക്കാർ ഒപ്പം ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും നേപ്പാളിൽ നിന്നും ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ട്. മലയാളികൾക്കൊപ്പം ഉണ്ട്. ഇവരെല്ലാം വരുമ്പോൾ ഞങ്ങൾ ഇവരിടയ്ക്ക് ഹിന്ദി മീറ്റിംഗ് ഒക്കെ നടത്താൻ പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇവരുടെ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പൂതം ഇളകും. ഈ പൂതം ഇളക്കുന്നതിനൊരു കാരണമുണ്ടല്ലോ. ഇവിടെ നിന്ന് യേശുവിനൊക്കെ പറയും പൂതവും വിട്ടുപോകും. അടുത്ത ആഴ്ച വരുമ്പോൾ പിന്നെയും പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവർ വീട്ടിൽ വിസിറ്റ് ചെയ്ത് പെട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് പല്ലും വായും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സാധനം പെട്ടിയിൽ നിന്ന് മാറ്റും. യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കും വരും, ഞായറാഴ്ച വൈകിട്ട് ഹിന്ദി മീറ്റിങ്ങിനും വരും. പിന്നെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് എന്തുവാ? ബൈബിൾ ഞങ്ങൾ കൊടുത്ത ഒരു ഗിദിയോൻസ് ബൈബിളും അതിൻ്റെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഭൂതോമിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അന്യാരാധനയും കൊണ്ടാണ് കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ദൈവമക്കൾ എന്തുവാ? മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് സിറിയ വരെ ചെന്നപ്പോൾ സിറിയയും പിടിച്ച് അടുത്ത രാജ്യത്തിലേക്കല്ല തുർക്കിയിലോട്ട് ചെന്നപ്പോൾ അവിടുത്തെ തർക്കം സിറിയയിലെ തർക്കം എന്തുവായിരുന്നറിയാം? മറിയത്തിൻ്റെ കണ്ണ് നീലയായിരുന്നോ മറിയത്തിൻ്റെ കണ്ണ് ബ്രൗൺ ആയിരുന്നോ? ഭയങ്കര തർക്കം സഭയിൽ നടക്കുക. ഇവിടെ എന്തുവാ? നബി പിടിച്ച് എല്ലാവരും വെട്ടിക്കൊന്ന് ക്രിസ്ത്യ രാജ്യങ്ങൾ മുഴുവൻ മുസ്ലിം രാജ്യമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ അന്യാരാധന മുഴുവൻ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ വിഷയം എന്തുവാ? എൻ്റെ പിള്ളേരെല്ലാം വിദേശത്ത് പോകണം, ഞങ്ങൾക്ക് നന്മ വരണം. വിദേശത്ത് നന്മയാണെന്നാ വിചാരം. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അടിമവേലയാണ്. പുഴുങ്ങിയ വേവാത്ത മാംസവും അരിഞ്ഞ് കഴിക്കണം, അടിമവേലയും ചെയ്യണം. അവിടെ പിന്നെ ഫ്രീസർ വേണ്ടല്ലോ, മാംസം ചുമ്മാതെ വെളിയിലോട്ട് വെച്ചാലും അവിടെ ഇരുന്നോളും. കാര്യം അതാണല്ലോ അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം ഈ അടിമവേല പകലിരുന്ന് ചെയ്യുവാൻ വേണം. റേസിസം മാത്രമേ ഉള്ളൂ. നമ്മളെ കാണുന്നുണ്ടേ അവരുടെ വായിരിക്കുന്ന വല്ലാത്ത മോശമായ വർത്തമാനം അത് കേൾക്കുകയും വേണം. പിന്നെ ചെന്നതല്ലെന്ന് ജീവിതം മുഴുവൻ വേദനിച്ച് എന്ത് ചെയ്യണം? ഞാനിത് പറയുന്നത് വേറൊന്നുമല്ല, അവിടെ നിന്നുള്ള അവിടെ പോയിരിക്കുന്ന ദൈവമക്കൾ വിളിച്ച് പറയുന്ന വേദനയാണ് ഞാനീ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എവിടെ വേണേലും ദൈവം അയച്ചാൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. അത് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ പോലെ സ്തോത്രം പത്യോപദേശം ഉപദേശിക്കുവാൻ പോകണം. ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് പോകണം. എന്നിൽ നമ്മളിപ്പോൾ ഈ 14-ാമത്തെ വാക്യം പറഞ്ഞ പോലെ എന്നിൽ ദൈവം തന്നിരിക്കുന്ന സ്പിരിച്വൽ വാല്യൂസ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ വിളി നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അല്ലേ പിശാചിനെ അകറ്റി നിർത്താൻ എൻ്റെ കയ്യിൽ ദൈവം തന്നത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അല്ലല്ലേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ അന്യാരാധന ശക്തി കേരളത്തിൽ ഈ മൂർത്തി ആരാധന ദേവി ആരാധന വർദ്ധിക്കുന്നെങ്കിൽ അതിനെ ജയിക്കണമെങ്കിൽ ദൈവമക്കൾ എന്ത് പ്രാപിക്കണം? 14-ാമത്തെ വാക്യത്തിൽ എഴുതുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ഈ പിശാചിനെ ജയിച്ചുകൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉപനിധി ട്രഷർ എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് എനിക്ക് തന്നിരിക്കുന്ന വിളിയുണ്ട്, എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് ഉണ്ട്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളുണ്ട്. അതെല്ലാം പിശാച് എടുത്തുകൊണ്ട് പോകാതെ ആ വിളക്കിലൊക്കെ തീ കത്തിക്കൊണ്ടിരുന്നത് അവസാനം മണവാളം വന്നപ്പോൾ എന്ത് ചെയ്തു? തീയില്ല, എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. ഇതുപോലെ ഓരോ വിഷയങ്ങളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ തൊട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഹല്ലേലൂയ. അന്നത്തെ എരിവിന്നുണ്ടോ, സ്നാനപ്പെട്ട ദിവസം ഒന്ന് ഓർക്കാം. പാസ്റ്റർ പറഞ്ഞിട്ട് സ്നാനപ്പെട്ടതാണെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് ഇടപെട്ട കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ ഹല്ലേലൂയ അന്ന് ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഓട്ടംപടി ഒന്ന് തിരിച്ചൊന്ന് ചിന്തിക്കാം. ഇന്ന് ദൈവമക്കളുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറിപ്പോകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കാഴ്ചപ്പാടും ഈ വചനവും അവരെ പഠിപ്പിക്കണം. അത് പിശാച് എടുത്തു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി തൻ്റെ ഹൃദയം തുറന്നൊരു വേദനയോട് പറഞ്ഞാണ് ഈ അധ്യായം നിർത്തുന്നത്. അടുത്ത അധ്യായം വീണ്ടും ആത്മീയ വിഷയങ്ങൾ ആഴത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. 15-ാമത്തെ വാക്യം വായിച്ച്, ഇവിടെ എഴുതിയിരിക്കുന്നത് താൻ ശരിക്കും ദൈവത്തിൻ്റെ അഭിഷക്തനായ ദൈവദാസന. താൻ ആരെ മാത്രമേ പ്രസാദിപ്പിക്കത്തുള്ളൂ? വിളിച്ച
വിളിച്ചവനെ മാത്രം, സ്വർഗീയ ക്യാപ്റ്റനെ മാത്രം, കർത്താവിനെ മാത്രമേ പ്രസാദിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് താൻ ഇപ്പം ജയിലിൽ കിടക്കുക. ഈ ആസിയയിലുള്ള മുഴുവനും ആൾക്കാർ തന്നെ എന്തു ചെയ്യുക? നിന്ദിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, തൻ്റെ എതിരെ സംസാരിക്കുക. വലിയ പ്രസംഗമായിരുന്നു. എന്തുമായിരുന്നു പ്രസംഗം? ഭയങ്കര ക്രൂശിൻ്റെ വചനം. അവസാനം ഇപ്പം എന്തുണ്ട്? ഒന്നുമില്ല. ഒരു പുതപ്പും കയ്യിലുണ്ട്, പഠിപ്പിച്ച ബൈബിൾ ക്ലാസ്സിൻ്റെ നോട്ട്സും കയ്യിൽ, ആ ചുരുളും കയ്യിലുണ്ട്. എന്നിട്ടിപ്പം കിടക്കുന്ന എവിടാ? സ്തോത്രം അല്ലേ. എന്നിട്ട് ഇവിടെ പറയുന്നത് ആസിയക്കാരെല്ലാം ദേ ഹാവ് ലെഫ്റ്റ് മീ. അതിൽ പെടുന്ന 2 പേരുടെ പേരാണ് പറയുന്നത്. ആ കൂട്ടത്തിലുള്ള തനിക്ക് വളരെ തൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞത് കേട്ടോ. നല്ല 2 ദൈവദാസന്മാരായിരിക്കും. തൻ്റെ കൂടെ നിൽക്കും. വലിയ കാഴ്ചപ്പാടായിരുന്നു. പൗലോസ് അവിടെ ഉള്ള സമയത്ത് പൗലോസിനും ഞങ്ങളും സുവിശേഷത്തിന് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞവരൊക്കെ കോംപ്രമൈസ് ചെയ്ത് എന്ത് ചെയ്ത് തൻ്റെ കൂടെ നിൽക്കുമ്പോൾ നല്ല ആത്മീയരായിട്ട് തീഷ്ണതയിൽ നിന്നവർ, അവരൊക്കെ മനുഷ്യരെ സന്തോഷിപ്പിച്ചുള്ള പ്രസംഗവും വലിയ ആൾക്കൂട്ടമൊക്കെ ആയി കാണും. ആസിയയിലെ സഭകളെല്ലാം ഈ പരുവത്തിലായി. അവരൊക്കെ എന്നെ വിട്ടുപോയി. ദൈവം എന്ത് ചെയ്യട്ടെ? പക്ഷെ അതിനകത്ത് ഒരു ദൈവദാസനെ പറ്റി 16ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേ. ഈ ലേഖനം അതിൻ്റെ അവസാനം, അല്ലെ 4-ാം അധ്യായത്തിൻ്റെ അകത്തും അതിൻ്റെ അവസാനം വരുമ്പോൾ തനിക്കുള്ള ഗ്രീറ്റിങ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒനേസിഫോറസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ താൻ എന്ത് ചെയ്തു? എന്നെ കളിയാക്കിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ ചങ്ങല നിമിത്തം താൻ മാത്രമേ ഉള്ളൂ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു? പൗലോസ് പ്രശ്നത്തിലായപ്പോൾ, പിടിച്ച് ജയിലിലിട്ടപ്പോൾ, യേശുവിനെ അങ്ങനല്ലായിരുന്നു. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ എല്ലാ ശിഷ്യന്മാരും മാറിപ്പോയി. പത്രോസ് ആണയിട്ട് 3 വട്ടം പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തുമില്ല എന്ന് പ്രായമുള്ളവരുടെ മുമ്പിൽ, ചെറിയ പെൺകുഞ്ഞിൻ്റെ മുമ്പിൽ വരെ എന്ത് ചെയ്തു? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ വരെ ആണയിട്ട് പറഞ്ഞു. സ്തോത്രം. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പൗലോസിൻ്റെ ഈ വലിയ പണിഷ്മെൻറ്റ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ, താൻ ജയിലായിരുന്നപ്പോൾ, താൻ ഇനി വെളിയിൽ ഇറങ്ങത്തില്ല എന്ന് തന്നെ സഭ മനസ്സിലാക്കി എന്ത് ചെയ്തു? തന്നെ നിന്ദിക്കുകയും അതുകൊണ്ട് ഇനി പൗലോസ് പറയുന്ന പോലെ ഒന്നും പ്രസംഗിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിയിരുമോ? കർത്താവിന് വേണ്ടി ഇതുപോലെ രക്തസാക്ഷിയെ തീണ്ടി വില കൊടുക്കേണ്ടി വരും. അത് കണ്ടില്ല, ഒരു തെറ്റായ പാറ്റേൺ ആണെന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ നിന്ദിക്കുമ്പോൾ ഒരു ഒനേസിഫോറസ് മാത്രം ഹി റിഫ്രഷ് മീ എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, ആത്മാവുള്ളവനെ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നവന് മാത്രമേ ദൈവം ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ കണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥയിൽ കൂടെ ഒക്കെ ദൈവം കടത്തിവിടുമ്പോഴും, സ്തോത്രം, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുമ്പോഴും അത് ദൈവത്താൽ സംഭവിച്ചതാണ്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. അത് കണ്ട് അനേകർ കർത്താവിലേക്ക് അടുക്കുവാനിടയായിത്തീരും. തന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുവാൻ ഒരു ഒനേസിഫോറസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് താൻ ഡൗണായി പോകാൻ. അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ആശ്വസിപ്പിക്കുവാൻ ദൈവമക്കളെ കർത്താവ് ഒരുക്കും. ലോകം മുഴുവനും നീ പറയുന്ന പെന്തിക്കോസുകാരും ഈ പത്യ ഉപദേശത്തിനെതിരെ തിരിയുന്ന ഒരു കാലം ഓൾറെഡി വന്നു. ഇനി ആരെങ്കിലും അല്പം ഉണ്ടെങ്കിൽ അവരോട് ഇത് മാറി ചിന്തിക്കുമ്പോൾ എല്ലാം ഭൗമികവും ലോകത്തിലെ നന്മയും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ മാത്രമായി വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഒനേസിഫോറസ് മുഴുവനും വായിച്ച് 17-18. അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവനെ സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഒനേസിഫോറസ് എഫെസോസുകാരനായിരിക്കും. എഫെസോസും ഏഷ്യ മൈനറിലെ ഒരു സഭയാണല്ലോ. ഞാൻ എഫെസോസിലായിരുന്നപ്പോൾ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. ഇപ്പോൾ ഞാൻ ജയിലായിരിക്കുമ്പോഴും എനിക്കൊരാശ്വാസം പറയുവാൻ കുഴപ്പമില്ല. കർത്താവിൻ്റെ ദാസ, നമ്മൾ ഈ വില കൊടുക്കുന്നതെല്ലാം എന്തിനാണ്? പത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടല്ലേ? ആ ട്രൂ ഡോക്ട്രിൻ അല്ലെങ്കിൽ ആ വിളി അനുസരിച്ച് നിങ്ങളുടെ വിളി അനുസരിച്ച് നിന്നാൽ, പഴയ നിയമകാലത്ത് നമുക്ക് അനേക ദൈവദാസന്മാരെ കാണാം. ദാവീദൊക്കെ അഭിഷേകം അനുസരിച്ച് നിന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു നായ ഓടിക്കുന്ന പോലെ ശൗൽ എന്ത് ചെയ്തു? സ്വന്തം അമ്മായപ്പനായിട്ട് പോലും തന്നെ കൊല്ലാൻ ഓടിച്ചതാണ്. നമുക്ക് ഓരോ ദൈവദാസന്മാർ, യോസേഫിനോട് ചോദിച്ചാൽ യോസേഫ് പറയും, ഞാൻ ചെയ്യാത്ത ഒരു പാപത്ത് ഞാനിനി പാപം പൊത്തിഫറിൻ്റെ ഭാര്യയോട് അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജയിലിൽ കിടക്കുന്നതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ പാപത്തിൽ വീണുപോയി, അതിൻ്റെ ശിക്ഷയായിട്ട് കർത്താവ് എന്നെ പിടിച്ച് ജയിലിൽ. ഞാൻ അവിടെയൊക്കെ യഹോവയായ ദൈവത്തിന് വേണ്ടിയും എനിക്ക് ലഭിച്ച ആ പ്രമാണത്തിന് വേണ്ടി നിന്നിട്ട്
ഞാൻ ജയിലിൽ എത്ര വർഷമാണ് എത്ര ഒരു 10 അല്ലെങ്കിൽ ഇത്രയും വർഷം ഒക്കെ ജയിലിൽ കിടക്കുമെന്ന് വെച്ചാൽ ഇവിടും താൻ ഡിസ്കറേജ് ആയി തീരാത്തത് ഇതുപോലെ ചില ഒനേസിഫോറസ് ഹല്ലേലൂയ സ്തോത്രം, ഇതുപോലെ ചില അഭിഷേകമുള്ള ചുരുക്കമായിട്ടുള്ള ദൈവമക്കളും ഹല്ലേലൂയ ദാസന്മാരുമാണ് ഈ അപ്പോസ്തലനും ഒരു ആശ്വാസമായി തീരുന്നത്. കർത്താവ് തന്നെ ആശ്വസിപ്പിച്ച്, കർത്താവ് തന്നെ ബലപ്പെടുത്തി. അപ്പോസ്തലനായ പൗലോസ് ശരിക്കും ഒരു മാനുഷികമായിട്ട് ചിന്തിച്ചായിരുന്നെങ്കിൽ, കർത്താവേ ഈ 35 വർഷം എൻ്റെ സ്വത്ത് വേണ്ട, എൻ്റെ പിതാവിൻ്റെ സ്വത്ത് വേണ്ട, എനിക്ക് ഉള്ള VIP സ്റ്റേറ്റസ് അല്ലെങ്കിൽ റോമൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് വേണ്ട, എൻ്റെ പണം വേണ്ട, രാജാവിന് അങ്ങോട്ട് പണം കൊടുത്ത് സഹായിക്കുവാൻ അല്ലെങ്കിൽ ബ്രൈബ് ചെയ്യുവാനൊക്കെ പണമുണ്ടായിരുന്ന ഒരു ഭയങ്കര ധനികനായ മനുഷ്യൻ, ഇതൊന്നും വേണ്ട, എൻ്റെ പഠിത്തത്തിനനുസരിച്ചുള്ള ഒരു ഓഫീസ്, ഒരു ജോലി വേണ്ട, താൻ സാധാരണക്കാരുടെ കൂടി പോയി കൂലിവേല അല്ലെങ്കിൽ കൊട്ടദൈവം കൂടാരമുണ്ടാക്കുകയൊക്കെ അവിടുത്തെ സീസണൽ ജോലി ചെയ്ത് തന്നെ മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ശുശ്രൂഷയുടെ അവസാനം നമ്മൾ ഇന്ന് കാണുന്ന ദൈവദാസന്മാരെങ്ങനെ വെള്ള ഷർട്ടിട്ട് തുടങ്ങി ഭയങ്കര വില കൂടിയ സൂട്ടിൽ മാത്രം, പിന്നെ സൂട്ടിൽ നിന്ന് അവർ ഇറങ്ങത്തില്ല. അവർ നാട്ടിൽ വരുമ്പോൾ പോലും പിന്നെ ചൂടത്തും അവർ സൂട്ടിട്ടുകൊണ്ട് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വിവാഹത്തിന് പറഞ്ഞു, 5 പേര് വന്നു, 5 പേരും എന്നോടും പറഞ്ഞു, ഞാൻ ഒത്തിരി ആ കുടുംബത്തെയും വചനം പഠിപ്പിച്ചതാണ് ഇവിടെ എറണാകുളത്ത് തന്നെ. എന്നോടും പറഞ്ഞു പാസ്റ്റർ ഒരു സൂട്ടിട്ടുകൊണ്ട് പറഞ്ഞു. സൂട്ടില്ലാത്തതുകൊണ്ടല്ല, 2 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞു അതിനല്ല, ഞാൻ സൂട്ടിട്ടുകൊണ്ട് നടന്ന കാലത്തു നിന്നാണ് കർത്താവ് വിളിച്ച് എന്നെ എന്ത് ചെയ്തത്, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. ഞാനൊരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വരും. ആ ഷർട്ട് ഇട്ടുകൊണ്ട് അവിടെ പാസ്റ്റർ ടീമാണ് ഞങ്ങളുടെ, എല്ലാവരും സൂട്ടിട്ടുകൊണ്ട് വരിക. വെളിയിൽ നിന്നും മലയാളി ദേവദാസന്മാരുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിലിരിക്കുന്നില്ല, ശുശ്രൂഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ താഴെ ഇരുന്നോളാം. ഞാനൊരു താഴെ ഇരുന്നു. കാര്യം അവരുടെ ഒരു തീം തെറ്റിക്കണേ അവർക്കതൊരു വിഷമമായി തീരുന്നെങ്കിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി പിന്നെയും വന്ന് അവിടെ വന്നിട്ടും എന്നെ പിടിച്ചൊക്കെ ഒത്തിരി, പക്ഷേ സൂട്ടില്ലല്ലോ, ഞാൻ സൂട്ട് അറിഞ്ഞുകൊണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു താഴ്മയില്ല. ഞാൻ സൂട്ട് ഇടുന്നതുകൊണ്ട് ഒരു തെറ്റുമൊന്നുമില്ല. തണുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സൂട്ട് മാത്രമല്ല ജാക്കറ്റ് ഇടണം. നല്ല ഇല്ലേ തണുപ്പ് സ്ഥലത്തു നിന്നൊക്കെ, നെതർലൻഡിൽ നിന്നും UK ഒക്കെ കുറച്ച് അതിൻ്റെയൊക്കെ നല്ല നോർത്തേൺ പ്രോവിൻസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. തണുപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ നമ്മുടെ നെഞ്ചെന്ത് ചെയ്യും, പഴുത്തു പോകത്തില്ലേ. തണുപ്പ് സ്ഥലത്ത് തണുപ്പിനുള്ള ഡ്രസ്സ് ഇടണം. ഇവിടെ വന്ന് ഈ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇക്വേറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന ശ്രീലങ്കയ്ക്ക് അടുത്തും ആഫ്രിക്കയുടെയൊക്കെ ആ ലൈനിൽ കിടക്കുന്ന കേരളത്തിൽ വന്നിട്ടിരുന്ന 3 പീസ് സൂട്ട്, അത് 2 പീസും അല്ല, എവിടെ നിങ്ങൾ റെൻ്റ് എടുക്കുന്നതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റണമല്ലോ. ഇപ്പോൾ നല്ല റെൻ്റ് എടുത്തുകൊണ്ട് വന്നിടുന്ന സൂട്ടുകളല്ലേ. എന്തിനാ ഈ ഷോ ഓഫ്? കർത്താവ് ഇങ്ങനത്തെ ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത്, ആരെയാണ് പ്രസംഗിക്കുന്നത്? സൂട്ട് പോട്ട് ഉള്ള വസ്ത്രം കൂടെ കർത്താവിൻ്റെ മാറ്റിയിട്ട് നഗ്നനായിട്ടാണ് എൻ്റെ കർത്താവിനെ, നിന്ദിതനായിട്ടല്ലേ അവിടെ കിടന്നത്. ആ യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ആ അപ്പോസ്തോലിക ഉപദേശം പ്രസംഗിക്കണമെങ്കിൽ അപ്പോസ്തലന്മാർ പോയ ആ വഴിയൊക്കെ അല്ലേ ഉള്ളൂ. അതിലൊക്കെ കൂടുതൽ കർത്താവ് നമുക്ക് ഓരോർക്കും തന്നിട്ടുണ്ട്. അതിലൊന്നും മനസ്സ് വെക്കാതെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ, ഞാനത് ഇടയ്ക്ക് ഓർപ്പിച്ച് പോകുന്നേ ഉള്ളൂ. കാര്യം നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മുടെ പ്രസംഗ വിഷയം മാറും, നമ്മുടെ ജീവിത ശൈലി മാറും, നമ്മുടെ ഫോക്കസ് മാറും. നമ്മൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇതായിരിക്കും പഠിപ്പിക്കുന്നത്. മക്കളെ അവരൊക്കെ കണ്ടില്ലേ കാശുണ്ടാക്കിയ പോലെ നിങ്ങളും എന്ത് ചെയ്യണം? സ്തോത്രം. അതിനാണോ നമ്മൾ വിളിച്ചിരിക്കുന്നത്? പഠിക്കണം, ജോലി ആവശ്യമാണ്, വയറ് നിറയണ്ടേ, ദൈവം അനുവദിക്കുന്ന പോലെ ജീവിക്കണം, അയക്കുന്ന രാജ്യങ്ങൾ പോകണം, ജോലി ചെയ്യണം, അവിടെയൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി തീരണം. ഇതിലൊന്നും അല്ല മനസ്സ് വെക്കേണ്ടത്. മനസ്സ് വെക്കേണ്ടത് നിൻ്റെ കോളിങ്. ഈ അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് ഇപ്പോൾ അവസാനിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത് നിൻ്റെ വിളി അതൊരു വിശുദ്ധ വിളിയാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഒന്നും മനുഷ്യനാണ്, ജഡത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ മനസ്സിലും കയറും, നിങ്ങളുടെ മനസ്സിലും കയറും. ആത്മാവിൽ അതിനെ ജയിച്ചോളാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച യെസ്. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവനെ സമ്മതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവനെ എനിക്ക് എന്തെല്ലാം കർത്താവ് ഒനേസിഫോറസിന് ആ ദിവസം കരുണ ചെയ്യട്ടെ. പ്രതിഫലം കിട്ടുന്ന ലോകത്തിലല്ല, പ്രതിഫലം കിട്ടുന്നത് എവിടാണ്? എന്തെങ്കിലും ഇച്ചിരി കർത്താവിന് വേണ്ടി ചെയ്തിട്ട് പ്രതിഫലം കിട്ടിയില്ലല്ലോ. സ്തോത്രം. കൂലിക്കാരനല്ല നമ്മൾ മക്കളാണ്. സ്വർഗീയ അപ്പച്ചന് വേണ്ടി ചെയ്യുന്നത് കർത്താവ് പറയുന്നത് പോലെ ചെയ്യണം, കർത്താവിന് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്യണം. ഓർത്തോണം, ശുശ്രൂഷ എങ്ങനെ ചെയ്യണം? യേശു എന്തോ മത്തായി സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്കിന് ഫ്രീലി യു ഹാവ് റിസീവ് ഫ്രീലി ഗിവ്. ദൈവം നിനക്ക് കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, എൻകറേജ് ചെയ്യുവാൻ, ക്ഷീണിച്ച് കിടക്കുന്ന ഒരാളോട് സംസാരിക്കാൻ. എൻ്റെ കൗൺസിലിംഗ് ഞാൻ കൗൺസിലിംഗ് തുടങ്ങിയതിന് ശേഷമാണ് 2 കോഴ്സ് കൗൺസിലിംഗ് പഠിച്ചത്.
ആ കാര്യം ബോർഡ് വെക്കണ്ടേ കൗൺസിലിംഗ് സെൻറ്ററിന്, അതിനുവേണ്ടി പഠിച്ചതാണ്. കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു കോഴ്സ് തീർന്നത്. കാര്യം വേറൊന്നുമല്ല, ഇടയ്ക്ക് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പച്ച രജിസ്റ്റർ ഇരിക്കുന്ന കണ്ടില്ലേ, ആ പോലീസ് സ്റ്റേഷൻ്റെ ഓർഡറാണ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, ആധാർ നമ്പർ എഴുതണം എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിങ്ങനെ ഒരു പബ്ലിക്കിനുള്ള കൗൺസിലിംഗ് സെൻ്ററായിട്ട് നിൽക്കുമ്പോൾ ആ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൗൺസിൽ ചെയ്തത് ഒരു കൗൺസിലിങ്ങും പഠിക്കാതെ നേവിക്കാരൊക്കെ എനിക്ക് അങ്ങനെയുള്ള പല കമാൻഡേഴ്സിനെയൊക്കെ നമ്മുടെ കൂട്ടു സഹോദരന്മാർ കമാൻഡേഴ്സ് കൊണ്ടു തന്ന് അവരുടെ പ്രോബ്ലത്തിൽ കൗൺസിൽ ചെയ്തൊക്കെ ദൈവദാസൻ. അപ്പം നമുക്ക് ദൈവം ഈ ശുശ്രൂഷകൾ ഓരോന്ന് ഭരമേൽപ്പിക്കുന്ന പഠിച്ചിട്ടല്ല, ദൈവം തരും. പ്രൈസ് ലോർഡ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കുള്ള ആലോചന, അവരായിരിക്കുന്ന അവസ്ഥകൾ ആത്മാവിൽ വിവേചിച്ച് അവർക്ക് ആശ്വാസം മാത്രമല്ല, ഒരു പഠിച്ച മോട്ടിവേഷണൽ കൗൺസിൽ ചെയ്യുന്നത് അവർക്കൊന്നും എല്ലാം ശരിയാവും, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, തിങ്ക് പോസിറ്റീവ് മാത്രമേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനല്ല. അവരുടെ ലോകത്തിലെ ജീവിതത്തിൻ്റെ വിടുതലിനും അവരെ നിത്യതയെ കൊണ്ടെത്തിക്കുവാൻ പറ്റുന്ന ആലോചന പറഞ്ഞു കൊടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും. ദൈവമക്കളെ സ്പെൻഡ് സം ടൈം ഫോർ ദാറ്റ്. ഉപവസിച്ച് മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം അങ്ങോട്ട് മാറ്റി വെക്കുന്നേ. നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. സ്പെൻഡ് യുവർ ടൈം ഫോർ ദാറ്റ്. നിങ്ങളുടെ വിഷയം ദൈവം ആയിരക്കണക്കിന് ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, അനുഭവം അതേ മക്കളെ. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ചെയ്തോളും. നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെ കാര്യങ്ങളാണ്? അനേകരെ എൻകറേജ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഉപദേശം